ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന അറയാണ്. അതായത് അറയിലെ ഈ ബേസിക് കാര്യങ്ങളൊക്കെ ആദ്യം ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും, പിന്നെ ഈ ഇൻസർഷൻ, ഡിലീഷൻ, റീപ്ലേസ്, പിന്നെ മെർജ്, പിന്നെ സെർച്ചും, പിന്നെ ഷോർട്ടും. ഇത്രക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഡ്യൂറേഷൻ നോക്കിയിട്ടായിരിക്കും ഇത് 2 വീഡിയോ 1 വീഡിയോ എന്തിനായിരിക്കും. ഓക്കെ, ആദ്യം തന്നെയുള്ള ഈ ഒരു എന്ന് വെച്ചാൽ ഒരു അറേൻ്റെ ബേസിക് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അലമാര തന്നെ എടുക്കാൻ പറ്റും. അതായത് ഒരു അലമാരയിൽ നമുക്ക് ഒരു 5-6 കള്ളി ഉണ്ടാവില്ലേ. ഓരോ കള്ളിക്ക് നമ്മൾ ഓരോ പേര് വെച്ച് കൊടുത്താൽ അത് അങ്ങനെ യൂസ് ചെയ്തോടെ. അതായത് ഓരോ അറയിനും പേര് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നു. നമുക്ക് ഏതൊരു അറയാണ് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരറേൻ്റെ പേര് വിളിച്ചാൽ ഒരറയിലുള്ള സാധനങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യും. പിന്നെ ഈ അറേ എന്തിനാ ബേസിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു അടുക്കും ചിട്ടയാക്കി വെക്കുന്ന പരിപാടിയില്ലേ, ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ അറേ യൂസ് ചെയ്യുന്നു. ഈ അറേനെ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇൻറ്റ് ഞാൻ AR എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതായത് ഒരു ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏത് ഡാറ്റ ഏതിൻ്റെ ടൈപ്പാണ് ഈ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നെയിം എന്താണോ അറേൻ്റെ നെയിം, പിന്നെ ക്ലോസ് ഈ ഒരു ബ്രാക്കറ്റില്ലേ, ക്ലോസ് ബ്രാക്കറ്റ് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഉള്ളിൽ എത്ര കള്ളികൾ വേണോ അത്രക്കും സ്പേസ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 20 കൊടുത്താൽ ഇതാ ഏതോ ഒരു ഈ നെയിം എന്ന് പറഞ്ഞൊരു ഇത് ക്രിയേറ്റ് ചെയ്യും. അടുത്ത് ഞാൻ വരച്ച് വെച്ചാൽ അതായത് ഒരു നെയിം പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതായത് സ്ക്വയറിൽ ക്രിയേറ്റ് ഒരു നെയിം എന്ന് പറഞ്ഞൊരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ആവും. ഇനി നെയിം എന്ന് പേര് കൊടുക്കും. അതിപ്പം ഞാൻ പേര് കൊടുത്ത നെയിമാണ്. ആ ഒരു നെയിം എന്ന് പറഞ്ഞൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ 20 കള്ളി ഇങ്ങനെ ഉള്ള ഓരോ കള്ളിയാക്കി 20 കള്ളി ഉണ്ടാവും. ഇപ്പം 20 കള്ളി ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ എണ്ണുന്നത് 0 തൊട്ടിട്ടാണ് നമ്മൾ അറയിൽ ഓരോ ഇത് തുടങ്ങുന്നത്. 0 തൊട്ടിട്ട് ഈ ഒരു വാല്യൂനെ വിളിക്കുന്ന പേര് ഇൻഡെക്സ്, അങ്ങനെയുള്ളൊരു പേരിലാണ് വിളിക്കുന്നത്, ഇൻഡെക്സ്. അതായത് ഈ 0, 1, 2, 3, 4, 5 ഇങ്ങനെ ഓർത്താൽ വേണ്ട, 0 തൊട്ടിട്ടാണ് വേണ്ടത്. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ അറേ ബേസിക്കലി ബേസായിട്ട് വേണ്ടത് ഇങ്ങനെയാണ്. അല്ലാണ്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ടല്ല എന്നല്ല, 0 തൊട്ടിട്ടാണ് വേണ്ടത്. അതായത് ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു അറേ, നെയിം എന്ന് പറഞ്ഞിട്ടൊരു അറേ ഉള്ളത് ശരിയില്ല. അതിൽ 5 കള്ളിയാണ് 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ 0 തൊട്ടിട്ട് 4 വരെയാണ് ഉണ്ടാകുന്നത്. 5ാമത്തെ വാല്യൂ ഉണ്ടാവില്ല, 0 to 4. ഓക്കെ, ഈ ഒരു ലോജിക്ക് ആദ്യം തന്നെ സെറ്റാക്കി വെക്കും. ഇനി ഇനീഷ്യലൈസേഷൻ അല്ലേ, ഡിക്ലറേഷൻ കഴിഞ്ഞു. എന്താ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നൊരു പരിപാടിയാണ് അറേനെ ഡിക്ലെയർ ചെയ്യുന്നത്. അറേ നെയിമും എത്ര സൈസ് അത് വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ് ഡിക്ലറേഷൻ. ഇനി ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ അത് നമുക്ക് കുറേ രീതിയിൽ ചെയ്യാം. അതായത് ഞാനിവിടെ ഒരു 5 പാർട്ട് വാല്യൂ കൊടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ 18 വാല്യൂ. ഇതിലൊക്കെ നമുക്ക് 1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ ഇപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാത്തിലും 0 സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇത് ഒന്ന് നമുക്ക് കോഡ് ചെയ്ത് നോക്കാം, അപ്പോൾ ക്ലിയർ ആയിരിക്കും. ഫോർ ലൂപ്പ് വെച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഇനി വീഡിയോ ചെയ്യുന്നത് AR, ഞാൻ അറേൻ്റെ നെയിം AR എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മാക്സിമം AR യൂസ് ചെയ്യാറ്.
0. മറ്റേടെ ഒരു 20 വരെ ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. 0 ഇട്ടിട്ടാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഇനി പ്രിൻ്റഫിൻ്റെ ഉള്ളിൽ %d തന്നെ കൊടുക്കുക, AR5 കൊടുക്കും. ഇപ്പോൾ വേണ്ട എല്ലാത്തിനും 0 പ്രിൻ്റായി. ഇനി മുന്നിൽ ഇവിടെ 1 കൊടുക്കുക. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചാൽ ആ ഫസ്റ്റത്തെ വാല്യൂ ഇല്ല, 0th പൊസിഷനിൽ മാത്രമാണ് 1 സ്റ്റോർ ആകുക. ഇനി നമുക്ക് വേറെയുള്ള പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യാണ്ടിരിക്കാനിട 20 വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. ഒരു 6 വേരിയബിൾ 6 അറേ കൊടുക്കുന്നുണ്ട്. അറേ സ്പേസ്, മെമ്മറി സ്റ്റോർ ചെയ്യുന്ന സ്പേസ്. പിന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ബാക്കിയുള്ള വാല്യൂകളൊന്നും സ്റ്റോർ ചെയ്യാതെ കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അത് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ അല്ല, ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അതും പറ്റും. ഇനിയും വേറൊരു രീതി ഏതാണെന്ന് നോക്കാം. ഇവിടെ രീതിയോ വാല്യൂകൾ കൊടുക്കുന്നുണ്ട്. മറ്റ് ഇവിടെ 20 അടിക്കാൻ 10 കൊടുക്കുന്നുണ്ട്. മറ്റേ ഒരു 10 വാല്യൂകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് scanf എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയാൻ തന്നെയായിരിക്കും. %d, and AR(i) എന്ന് കൊടുക്കും. ഇനി ഇത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഫോർ ലൂപ്പ് i അസൈൻ 0 ഇട്ടിട്ട് i less than 10 വരെ കൊടുക്കുക. പിന്നെ i ++ ചെയ്യുക. പിന്നെ പ്രിൻ്റഫിനകത്ത് %d സ്പേസ് കൊടുക്കുക. സ്പേസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അടുത്തടുത്ത് പ്രിൻ്റ് ആവും. ഒരു ഇത് കിട്ടാതെ പ്രിൻ്റ് ആവും. ഇതിൽ എററൊന്നുമില്ല. ഇതിൽ വന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കാണിക്കുകയായിരുന്നു. ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറയാതുകൊണ്ട് ഇതിൽ 10 വേരിയബിൾ ഇപ്പം ടൈപ്പ് ചെയ്യാനാണ് ഇവിടെ കാണിച്ചു വെക്കണം. അതൊന്ന് കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് വന്നു. ഓക്കെ, പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 10 വരികൾ എൻ്റർ ചെയ്യാൻ ഉണ്ട് 5 വെക്കുക. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒരു 50 മാർക്ക് അസൈൻ ചെയ്തിട്ട് യൂസർ എടുത്തുനിന്ന് വാങ്ങുന്നവരടിയില്ല. അതായത് ലിമിറ്റൊക്കെ യൂസർ എടുത്തുനിന്ന് വാങ്ങുന്നവരടിയില്ല. അതായത് യൂസർ ടൈപ്പ് ചെയ്യാൻ പറയാം. പ്രിൻ്റഫിൻ്റെ അകത്ത് ഒരു വാല്യൂകൾ ലിമിറ്റിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇത് യൂസറോട് പറയാം പ്രിൻ്റഫ് ഒരു %d കൊടുക്കും. എന്നിട്ട് ലിമിറ്റ് എഴുതുക.
ഇവിടെ നോക്കാം. ഇൻ്റർ അറേ ലിമിറ്റ് ഒരു 5 കൊടുക്കുന്നുണ്ട്. എൻ്റർ അറേ 5 വാല്യൂസ് 3 4 5 എന്താ ഇതിപ്പോൾ എറർ വരും. അതായത് നമ്മളിവിടെ 10 വരെയല്ല കൊടുത്താൽ 10 വാല്യൂസ് എൻ്റർ ചെയ്യാൻ തന്നെ കാണിക്കും. ഇപ്പം നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുക. ഈ ഒരു സാധനം നമ്മൾ അധികത്തിലും യൂസ് ചെയ്യില്ല. അതായത് ഫിമേഴ്സിന് ഈ ഒരു അധികാരത്തിലും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മളോട് ഇഷ്ടത്തിന് എടുക്കാനാണ് മോഡ് പറയാം. അതായത് നമുക്ക് വേണമെങ്കിൽ വേരിയബിളുകൾ അസൈൻ ചെയ്ത് വെക്കാനാവും. അത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് യൂസറായി പഠിച്ചിട്ട് ചെയ്യുന്നു. അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന റെഡി. ഇനി നമ്മൾ തന്നെ അസൈൻ ചെയ്തിട്ട് എടുക്കുന്ന റെഡി. അത് കാണിച്ചാൽ അതിന് നമ്മൾ ഒരു വാല്യൂസ് ഒന്നും അസൈൻ ചെയ്ത് നോക്കണ്ട. ജസ്റ്റ് ഈക്വൽ ടു ഇനി ഒരു കർലി ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് എത്ര വേരിയബിൾസ് നമുക്ക് ഇടണമെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ള എത്ര കൊടുത്തോ. ഇത്രക്കും വേരിയബിൾസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എണ്ണി എടുക്കേണ്ട ആവശ്യമില്ല. അതായത് 1 2 3 4 അങ്ങനെ ഓർത്ത് എണ്ണി ഇതിലെത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് അത് ലിമിറ്റ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രക്കും സാധനം നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇനി ഈ ഒരു വേരിയബിളിനില്ല, അതായത് ഈ സൈസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് ഒരു ഇതുണ്ട്, കോഡുണ്ട്. അതായത് ലിമിറ്റ് അസൈൻ. അതായത് ഈ ലിമിറ്റ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തില്ലേ, അതുകൊണ്ട് ഇൻറ്റ് മുമ്പ് കൊടുക്കണ്ട. ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇൻറ്റ് കൊടുക്കണം. എന്നിട്ട് സൈസ് ഓഫ്, എന്നിട്ട് ആ അറേൻ്റെ നെയിം കൊടുക്കുക. ജസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ മതി. ഉള്ളിൽ ആർഗ്യുമെൻ്റായിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റർ വയ്ക്കുക. ഇത് സൈസ് ഓഫ് അറേ നെയിം എത്താന്നോ എന്നിട്ട് ഓഫ് 0 കൊടുക്കുക. സൈസായി ഉള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ. യുവർ എൻ്റർഡ് വാല്യൂസ് നോട്ട് അറേയിലുള്ള മൊത്തം വാല്യൂകളും ഇവിടെ പ്രിൻ്റ് ആകുന്നുണ്ട്. ഈ ഒരു രീതി പഠിച്ചെടുക്കുന്നതാണ്. മാക്സിമം കേസിലും നമ്മളോട് തന്നെ വാല്യൂ കൊടുത്തിട്ട് ചെയ്യാനാണ് പറയും. അപ്പോൾ നിങ്ങൾ ചെറിയ എന്തെങ്കിലും വേരിയബിൾ ഉള്ളിൽ ടൈപ്പ് ചെയ്തിട്ട് അത് എണ്ണീറ്റ് ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഫിംഗേഴ്സിൻ്റെ കിട്ടുന്ന 20 സ്കോറിൽ ഫുള്ളായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ഈ ഒരു സാധനം കൂടി ഉണ്ടോ ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. വേണ്ടി നമുക്ക് പഠിച്ചു വെക്കുന്നതല്ലേ. അപ്പോൾ ആദ്യത്തെ 2 ടോപ്പിക്ക് തീർന്നു. ഇനി ഇതിൽ അധികമായിട്ട് പറയാനോ ഇല്ല. എല്ലാ ടോപ്പിക്കും അതിൽ കവർ ചെയ്തു. ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും ഇനിയൊന്നും ഉണ്ടോയെന്ന് ഞാൻ ചിന്തിക്കും. ബേസിക്കായിട്ട് അറിഞ്ഞു നോക്കേണ്ട കാര്യമായിട്ടുള്ള. ഇനി അടുത്ത ടോപ്പിക്കായി എന്താണ് നോക്കട്ടെ. അടുത്ത ടോപ്പിക്ക് ഇൻസേർഷൻ. ഇൻസേർഷൻ എന്ന് വെച്ചാൽ ആഡ് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് അത് എന്താണെന്ന് ആദ്യം കാണിച്ചു തരാം. ഇപ്പം നമ്മളെടുത്തൊരു അറേ ഉണ്ട്. ഒരു 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ട്. ഇതിൻ്റെ പൊസിഷൻ ഞാൻ കൊടുക്കുന്നത് 3rd പൊസിഷനിലേക്ക് എനിക്കൊരു 25 വാല്യൂ ആയിട്ടുള്ള വാല്യൂ 25 എനിക്ക് ആഡ് ചെയ്യണം. അതായത് ഫൈനലി നമുക്ക് കിട്ടുന്ന അറേ ഇങ്ങനെ ഇരിക്കണം. 1 2 ആ 3ക്ക് 25 എന്നിട്ട് 3 4 5 ഈ ഒരു അറേ ആയിരിക്കണം ഈ വേരിയബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഈ ഇൻസർഷന് അധികം ക്വസ്റ്റ്യനൊന്നും കയ്യിലില്ല. അത് എൻ്റെ കയ്യിൽ 1 2 ക്വസ്റ്റ്യൻ ആയിട്ടുള്ള.
അത് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ആദ്യം. ബേസിക് നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നതല്ലേ ഇത് എങ്ങനെയായിരിക്കും കൂടുന്നു. ഇത് കിട്ടിയില്ലെങ്കിൽ തുടർന്ന് കിട്ടിയാലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് അതിൻ്റെ എഴുതിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇൻസർഷൻ അല്ലേ നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പോൾ അതിന് നോട്ട് ചെയ്യുന്നത് അതേ വാല്യൂബിൾ തന്നെ അസൈൻ ചെയ്ത് നോക്കുക. ഓക്കെ, ലിമിറ്റ് ഇവിടുന്ന് സ്റ്റോർ ചെയ്തെടുക്കുക. 4 5 6 ആണ് 5 ഇതെല്ലാം കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിൽ പൊസിഷൻ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മുടെ ഇതാ എൻ്റെ പൊസിഷൻ അത് ഞാൻ തന്നെ കൊടുത്തിട്ടല്ലേ അസൈൻ 3 ഇൻ്റെ ഇൻസർഷൻ അല്ലേ അതിൻ്റെ വാല്യൂ ഞാൻ അതിൽ അസൈൻ ചെയ്ത് വെച്ചിട്ടാണ് 25. ഓക്കെ, ഇതാ ലിമിറ്റ് ആവശ്യമുണ്ട്. ഇവിടെ ലിമിറ്റിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് കോഡ്. ഇത് നമുക്ക് വേണ്ടി യൂസറായി ഒന്ന് മേടിക്കാം. അതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ആക്കിത്തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് ഈ തേർഡ് പൊസിഷനിലേക്ക് ഇത് ആഡ് ചെയ്യുന്നത് 25 ആയിരിക്കും വരുന്നത്. അത് നോർമൽ രീതിയിൽ ചിന്തിച്ചാൽ ഇത് എടുത്ത് ഇങ്ങോട്ടേക്ക് നോക്കും. അതായത് ഈ പൊസിഷൻ കൊടുത്ത ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് തേർഡ് പൊസിഷൻ എന്നുള്ള, അതായത് ഈ തേർഡ് പൊസിഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ ആണ്. നമ്മളെ യൂസറെ കണ്ണിൽ താവില്ല, പക്ഷെ നമ്മുടെ കണ്ണിൽ നമ്പർ 0 1 2 3 ഇതായി പോകും. ഓക്കെ, അതായത് ഒരു ഡെവലപ്പർ കണ്ണിൽ ഇത് പൊസിഷൻ -1 ഇൻഡെക്സ് അല്ല നമുക്ക് വേണ്ടത്. 3 ഇവിടെ നമുക്ക് പൊസിഷൻ -1 എടുക്കാം. ഓക്കെ, അതായത് ഇതെടുത്തിട്ട് പ്രത്യേകം മാറ്റി വെക്കാനാണ് അതിൽ നമ്മൾ ചിന്തിക്കുക. പക്ഷെ അത് അങ്ങനെ ചെയ്താൽ കോഡ് എറർ വരും. അത് നമുക്ക് ചെയ്തിരുന്നു നോക്കാം. അതായത് ഇപ്പോൾ പൊസിഷൻ -1 നോട്ട് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാല്യൂ എടുത്തിട്ട് പ്രത്യേകം മാറ്റി വെക്കണം. അപ്പോൾ 5 + 1ലേക്ക് തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക് ഇപ്പുറത്തെ പൊസിഷനിലേക്ക് എല്ലാം മാറ്റി വയ്ക്കുക. ആ കോഡ് നമ്മൾ ചെയ്ത് നോക്കിയാൽ ഈ ഫുള്ള് 3 ആയിട്ട് വരും. അങ്ങനെ ഫുള്ള് 3 3 3 അതെന്താ നടക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മളൊരു വാല്യൂ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ച് വീണ്ടും ഈ ഒരു വാല്യൂ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി വെക്കണം. അതായത് ഈ 3നെ നമ്മൾ ആദ്യം ഏരിയ എടുത്ത് മാറ്റി വെച്ച് വീണ്ടും അതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. അതുകൊണ്ടാണ് ഈ ഒരു എറർ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതങ്ങനെ റൈറ്റായിട്ട് കോഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ കോഡ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വിധത്തിലാണ്. ഇവിടെ 5 കണ്ട ഈ എടുത്തിട്ട് തൊട്ടിപ്പുറത്തെ പൊസിഷനിലേക്ക് അടുത്ത പൊസിഷനിലേക്ക് മാറ്റി വെക്കും. എന്നിട്ട് ഇത് അതുപോലെ മാറ്റി വെക്കും. അതുപോലെ നടുക്ക് വരെ മാറ്റി വെക്കൽ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ലിമിറ്റ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ലിമിറ്റ് -1 സ്റ്റാർട്ട് ചെയ്യാം. ലിമിറ്റിൽ ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. ഏതുവരെ പോകണമെന്ന് വെച്ചാൽ പൊസിഷൻ -1 ഇൻഡെക്സ് ഈക്വൽ ടു അതുവരെ പോകണം. ഇതേ കൂടെ ഒന്നുമില്ല L+1ലേക്ക് S തൊട്ടടുത്ത പൊസിഷനിലേക്ക് I എടുത്ത് വെക്കുന്നത്. എനിക്ക് ഇനി ഇവിടെ ലിമിറ്റ് ++ ആഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ ലിമിറ്റ് ++ ചെയ്യണം. കാരണം ലിമിറ്റ് നമ്മൾ ആഡിങ്ങില്ല ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലിമിറ്റ് ++ ചെയ്യണം. ഇനി ഒന്ന് തന്നെ ചോദിക്കുന്നത് ഇപ്പോൾ കണ്ട തൊട്ടപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ 3 3 വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പൊസിഷനിലേക്കാണ് ആ 25 ആഡ് കൊടുക്കുന്നത്. അതിന് ജസ്റ്റ് കോഡ് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. I അല്ല പൊസിഷൻ കോഡ് അടിക്കുന്ന പൊസിഷനകത്ത് നമ്മൾ മൈനസ് ചെയ്ത് ഇൻഡെക്സിലേക്കാണ് ആ വാല്യൂ എടുത്ത് വെക്കുന്നത്. ഓക്കെ, പൊസിഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 26 വന്നിട്ടില്ല. ഇനി ഇത് യൂസറായി നിന്ന് വാങ്ങുന്ന ടൈപ്പ് ആക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട.
ഉപയോഗിച്ചിട്ട് പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഒരു പ്രിൻ്റ് എഫ് കൂടി യൂസ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ സ്കാൻസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്തിട്ടുണ്ട്, റൺ ചെയ്ത് നോക്കാം. പിന്നെ വാല്യൂ പൊസിഷൻ കൊടുക്കാം. വാല്യൂ ആയിട്ട് ഒരു 99. ഓക്കെ അല്ലേ, സെക്കൻഡ് പൊസിഷനിലേക്ക് 99 ആയിട്ടുണ്ട്. ഓക്കെ വരയ്ക്കുന്നു. ഇനി ഇപ്പം ഞാൻ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കണ്ട, ഇതുകൊണ്ടൊരു കാര്യമില്ല. അസൈൻ 3 കൊടുത്തിട്ട് ഇവിടെ ഞാൻ മാറ്റുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ട് കാര്യം. ഇത് നമുക്ക് സാധാ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇത് ഞാൻ ഇവിടെ അസൈൻ ചെയ്യാമെന്നല്ല, ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു കണക്കിൻ്റെ ആവശ്യമില്ല. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യും രണ്ട് ഒരു അസൈൻ ചെയ്ത് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ട് വീണ്ടും അത് അസൈൻ ചെയ്ത എറർ കാണിക്കും. അതിവിടെ വായിച്ച് നോക്കി ഡിക്ലെയർഡ് പൊസിഷൻ ഇതൊക്കെ മാറ്റി കൊടുക്കുന്നു. ഓക്കെ, പൊസിഷൻ 4 ഓക്കെ അല്ലേ. നാലാമത്തെ പൊസിഷനിലേക്ക് 77 കൊടുത്തിട്ടുണ്ട്. പോലീസ് വർക്ക്. ഓക്കെ, ഇതൊക്കെ കാര്യമാണ് ഈ ഇൻസേർഷൻ്റെ അകത്തുള്ള. ഓക്കെ, ഇപ്പം ഈ ഒരു സാധനം ഇവിടെ പഠിക്കാനാണ് ഇൻസേർഷൻ. അതായത് ലിമിറ്റ് തൊട്ട് വാങ്ങുന്ന പൊസിഷൻ വരാം. അതായത് ഈ ഒരു എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാൻ നോക്കിയാൽ നടക്കില്ല. ലിമിറ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത പൊസിഷനിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി എടുത്തുന്നുണ്ട്, അതുപോലെ യൂസ് കൊടുക്കുന്നുണ്ട്. അത് വീഴ്ത്തുന്നതിൻ്റെ കൂടിയുണ്ട്. ഇനിയുള്ളത് ഡിലീഷനല്ലേ. ഇനി ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ലൈക്കും കൂടി ചെയ്തോ, നിൽക്കില്ല. ഇനി തേർഡ് പൊസിഷനിലുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്യാം. അതാണ് ഡിലീഷൻ. അതായത് ഈ തേർഡ് പൊസിഷനിൽ 3 അല്ലാണ്, ആ 3നെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കോഡൊക്കെ അതിൻ്റെ വരിക എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കിട്ടിയെങ്കിലും കിട്ടിയില്ലെങ്കിലും തുറന്ന് വെച്ചേക്കാം. അതിലൂടെ നമുക്ക് യൂസറായി നേരത്തെ തന്നെ വാല്യൂടെ ഒന്ന് മേടിച്ചേക്കാം. ഇനി ഇവിടെ ചെയ്യുന്ന കോഡിൽ എന്ന ഡിഫറൻസ് ആണ്, അതേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കാം. അതായത് ഈ തേർഡ് പൊസിഷനിലേക്കല്ലേ നമുക്ക് വാല്യൂ ഡിലീറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പൊസിഷനിലേക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂവിനെ ഇങ്ങോട്ടേക്ക് മാറ്റും. അതായത് ഈ 4 എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കും. എന്നിട്ട് ഇവിടെ ഈ 5 എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കും. ഈ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കും. അതായത് അടയ്ക്ക്. ഓക്കെ, ഈ 4 എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്ന വാല്യൂവിനെ ഇങ്ങോട്ടേക്ക് മാറ്റാം. അതായത് ഐയിലേക്ക്, അത് ഒരു ഐ പൊസിഷനാണ് വെക്കുക. അതിലേക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഉള്ള വാല്യൂ എടുത്ത് മാറ്റി വെക്കണം. അതായത് ഈ ഒരു വിധത്തിലാണ് കോഡ് വരിക. ഓക്കെ, കോപ്പി വെച്ചേക്കാം. ഇനി ഇതിൽ വരുത്തുന്ന മാറ്റം എന്ന് വെച്ചാൽ ഇത് പൊസിഷൻ -1 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ലിമിറ്റ് വരെ കൂട്ടും. ലിമിറ്റ് വരെ തന്നെ ഉണ്ട്. i++.
പിന്നെ ബാക്കിയുള്ള ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ മാറ്റം വരുത്തുക. വേസ്റ്റ്. ഇനി ഇങ്ങനെ ഒരു സാധനം ഇവിടെ ആവശ്യമില്ല. ലിമിറ്റ് പ്ലസ് പ്ലസ് ഇവിടെ ആവശ്യമില്ല സാധനം. ഇവിടെ ലിമിറ്റ് മൈനസ് മൈനസ് ആവശ്യം. അത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവും. എൻ്റർ ദ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആടെ കൊടുത്ത എത്ര പൊസിഷൻ? തേർഡ് പൊസിഷൻ. ഇപ്പോൾ തേർഡ് പൊസിഷൻ ഡിലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 3 എന്ന് പറയുന്ന വാല്യൂവിനെ എടുക്കാമെന്നില്ലല്ലോ. ഇതിപ്പോൾ ഒരു അനാവശ്യമായിട്ട് 0 വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇത്. ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലല്ല കൊടുക്കുന്നത്, പുറത്ത് ഒരു ലിമിറ്റ് മൈനസ് മൈനസ് എടുക്കാണ് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുണ്ടോ? പിന്നെ സെക്കൻഡ് പൊസിഷൻ കൊടുക്കും. 2 ഡിലീറ്റ് ആയി പോയില്ല. അത്രയേ കോഡ് ഈസ് വർക്കിംഗ്. ഇനി ഇതിന് മരിക്കാന്നല്ല, മേടിച്ചിട്ടുണ്ട് യൂസറായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഡിലീഷന് ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇനി നമ്മളോ ചെയ്യും. അടുത്തായിട്ട് വരുന്ന ബേസിക് സാധനം ഈവൻ നമ്പർ സമ്മും ഏവറേജൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഈവൻ നമ്പേഴ്സിനെ ഡിലീറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിലീഷൻ ക്ലിയർ ആയിക്കോളും. ഓക്കെ. ഇനി അടുത്തായിട്ടുള്ള ബേസിക് സാധനം എന്താ? റീപ്ലേസ് എന്ന് വെച്ചാൽ ഈ ഒരു 3 മാർക്കുള്ള പൊസിഷൻ കാണുന്നില്ലേ, അതിലേക്ക് ഒരു സ്റ്റാർ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് 3ാമത്തെ പൊസിഷൻ മാറ്റിയിട്ട് സ്റ്റാർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഇത് ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്താന്ന് വെച്ചാൽ ഇതിനെ എഴുതാന്ന് വെച്ചാൽ. ഓക്കെ. അതായത് ഈ 3ാമത്തെ പൊസിഷനിലേക്കല്ലേ ഇപ്പോൾ ഇത് എന്തെങ്കിലും ഒരു വേരിയബിൾ മേടിച്ച് വെക്കുന്നു. എന്തെങ്കിലല്ല, സ്റ്റാർ തന്നെയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വേണ്ടിക്ക് യൂസർ ചെയ്യുന്ന പൊസിഷൻ മേടിക്കാം പറ്റും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കോഡ് കൊടുത്താൽ മതി. അത് അത്രയേ ഉള്ളൂ. ഓർ എൻ്റർ ചെയ്യുന്ന പൊസിഷൻ. ഓക്കെ. ഓർ എൻ്റർ ചെയ്യുന്ന പൊസിഷൻ എന്താണോ ആ ഒരു പൊസിഷൻ -1 കൊടുക്കണം. ഓർ കാണുന്ന പോലെയല്ല, ഒരു ഇവർ കാണുന്നു. എന്നിട്ടൊരു മൈനസ് ആരും അടിക്കാതെ ഒരു സംഖ്യ അടിച്ചു കൊടുത്താൽ മതി. -1 ഒക്കെ എല്ലാവരും അടിക്കുന്നതാണ്. ഞാനൊരു -191 അടിക്കുന്നു. ആയിരിക്കാൻ അതൊരു വേരിയം കൊടുക്കുക. എന്നിട്ട് ഈ ഫോർ ലൂപ്പിന് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇഫ് ഓഫ് i ഈക്വൽ ടു -1 ആണെങ്കിൽ പ്രിൻ്റ് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു സ്റ്റാർ സ്പേസും പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക. എൽസ് കേസിൽ അറേന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. ഇനി നമുക്ക് പൊസിഷൻ 2 ഓക്കെ അല്ലേ. ഇതാണ് റീപ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് ആ പൊസിഷനിലേക്ക് വേറൊരു വാല്യൂ വെക്കുന്ന പരിപാടിയാണ്. അല്ലാണ്ട് സ്ഥിരമായിട്ടൊരു വാല്യൂ ഞാൻ അസൈൻ ചെയ്ത് വെക്കുന്ന പരിപാടിയല്ല. ഇനി ബേസിക് ആയിട്ടുള്ളത് എന്താ? റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ്, ഡിലീഷൻ കഴിഞ്ഞ്, ഇൻസേർഷൻ കഴിഞ്ഞ്, റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ്, മെർജ് ഉണ്ട്. ഈ മെർജ് എന്താണെന്ന് വെച്ചാൽ രണ്ട് അറേ ഉണ്ട്. ഒരു എ എന്ന് പറയുന്ന ഒരു അറേയും ബി എന്ന് പറയുന്ന ഒരു അറേയും. ഈ രണ്ട് മെർജ് ചെയ്ത് ഒരു മെർജ് എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് സിയിലേക്ക്, അതായത് സി പ്രിൻ്റ് ചെയ്താൽ ഈ രണ്ട് അറേയിലുള്ള വാല്യൂസും വേണം. അതിന് ബേസിക് കോഡ് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തേക്കാം. അതങ്ങനെ ചെയ്യാൻ. ഇത് രണ്ട് തരത്തിൽ മെർജ് ഉണ്ട്. മെർജിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഈ രണ്ട് അറേ യൂസറായി എന്ന് മേടിക്കാൻ നമുക്ക് ഞാനിവിടെ എൻ്റെ തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു AR എന്ന് പറഞ്ഞൊരു അറേ ആദ്യമുള്ള തന്നെ, പിന്നെ ഒരു PR എന്ന് പറഞ്ഞൊരു അറേ കൊടുക്കുന്നുണ്ട്. ആ ഒരു അറേയിലും
ഇത് ഞാൻ ലിമിറ്റ് 1 എന്ന് പറഞ്ഞിട്ടാണ് ഒരു വേരിയബിൾ എൻ്റർ ചെയ്യാൻ പറയുന്നത്. പിന്നെ എന്താ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ 5 വേരിയബിൾ കൊടുത്ത് 6 7 8 9 10 11 ഇത്രക്കും വേരിയബിൾസ് ഞാൻ എൻ്റർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഉണ്ട് അറേ AR എന്ന് പറഞ്ഞിട്ടൊരു അറേയിൽ 5 വേരിയബിൾ കൊടുത്തിട്ടുണ്ട്, വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അറേയും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മർജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ CR എന്ന് പറഞ്ഞൊരു അറേ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു CR എന്ന് പറഞ്ഞൊരു അറേ 100 വേരിയബിൾസ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇനിയൊന്ന് കോഡ് നമ്മൾ സെറ്റ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ഒരു ടൈപ്പ് ഞാൻ പറയുന്നത് മർജിൻ്റെ. അതായത് ഈ 2 അറേ ഉണ്ടോ, ഈ 2 അറേ ഒരറയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു അറേ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ ഈ 2 അറയിലുള്ള വാല്യൂസും പ്രിൻ്റ് ആവണം. അതാണ് ഒരു മർജ് എന്ന് വെച്ചാൽ. അതായത് 2 അറേ ആഡ് ചെയ്ത് മൂന്നാമതൊരു അറയിലേക്ക് ആക്കുന്ന ഒരു ടൈപ്പാണ് മർജിൽ ഫസ്റ്റ് ടൈപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ പൊസിഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതും ആവശ്യമില്ല. മെർജ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ലിമിറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അറയിലെ വാല്യൂ എടുത്തിട്ടുണ്ട്. ലിമിറ്റ് 2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ അറയിലെ AR അല്ല BR പറഞ്ഞ നിയമമാണ്. വരയ്ക്കുന്നുണ്ട്, ആവശ്യമാക്കണ്ട. ഇത്ര അങ്ങനെയല്ല. ലിമിറ്റ് 2ലേക്ക് കൊടുത്തിട്ടുണ്ട്. BR ആണ് പല മാറിപ്പോകും. ഓക്കെ, ലിമിറ്റ് 1 ലിമിറ്റ് 2 റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതെങ്ങനെ മർജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ചെറിയൊരു കോഡ് ഉണ്ട്. ഇവിടെ വേറൊരു വേരിയബിൾ കൂടി അസൈൻ ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു പ്രശ്നം വരും. അതായത് ലിമിറ്റ് 1 ലിമിറ്റ് 2 ഒന്നും നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അതായത് ഇനിഷ്യലൈസേഷൻ ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിന് മുമ്പിൽ ജസ്റ്റ് ഒരു ഇൻറ്റ് ചേർത്താൽ മതി, അപ്പോൾ രണ്ടും ആയിക്കോളും. പിന്നെ നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അസൈൻ ചെയ്യുന്ന ലിമിറ്റ് 1 പ്ലസ് ലിമിറ്റ് 2. ഓക്കെ, അതായത് ഇത് രണ്ടിൻ്റെ സമ്മ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അറേയല്ല ഒരു വേരിയബിളിൽ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് അത് ലാസ്റ്റ് ഞാൻ പ്രിൻ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യും. അത് വേണ്ടിക്ക് യൂസ് ചെയ്താണ് ഇത് ഞാൻ എൻ്റെ ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നത്. 0 തൊട്ട് ലിമിറ്റ് വരാം. അതായത് ലിമിറ്റ് വരെയല്ല, ലിമിറ്റ് 1 വരെ. ഫസ്റ്റ് അറേൻ്റെ ലിമിറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ CR എന്ന് പറഞ്ഞ ഒരു അറേ കൊടുത്തിട്ടില്ലേ, CRൻ്റെ അകത്ത് CR ഓഫ് I കൊടുക്കുക. അതിലേക്ക് AR ഓഫ് I അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് AR ഓഫ് Iയിലുള്ള വാല്യൂ എന്താണോ അതെടുത്ത് CR ഓഫ് Iയിലേക്ക് വെക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ARലുള്ള വേരിയബിൾസ് ഇടത്തേക്ക് CRലേക്ക് എടുത്ത് വെച്ചിട്ട് ഉണ്ടാവും. നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ISN 0 തൊട്ട് I + ലിമിറ്റ് വരെ ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രിൻ്റ് ആവുന്ന CR എന്ന് ഞാൻ ഇനി കൊടുത്ത നെയിമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കും. അത് എന്താ മിസ്റ്റേക്കാണ്. CR എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ഓഫ് I കൊടുത്തില്ല, അതായിരിക്കും മിസ്റ്റേക്ക്. ഓക്കെ, 1 to 5 അതിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ഈ ബാക്കിയെല്ലാത്തിനും 0 ഉണ്ട്. ഇങ്ങനെ ഒരു വാല്യൂബിൾ നമ്മൾ അസൈൻ ചെയ്താൽ അതിലെല്ലാത്തിനും സ്റ്റാർട്ടിങ് 0 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ 5 പൊസിഷനിലേക്ക് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വാല്യൂ ഇതിൽ സ്റ്റോർ ചെയ്യണം. അതിന് അടുത്തൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അത് എത്ര തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫസ്റ്റത്തെ അറേൻ്റെ ലിമിറ്റ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലിമിറ്റ് 1 തൊട്ടിട്ട് ഫസ്റ്റത്തെ അറേൻ്റെ
അത് എവിടുന്നാണോ ഔട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഐ അസൈൻ ആ രണ്ടാമത്തെ അറേൻ്റെ ലിമിറ്റ് 1 അല്ലേ 2 അല്ലേ അർത്ഥം വരെ വിട്ടു ഈക്വൽസ് പ്ലസ് എന്നിട്ട് CR ഓഫ് ഐ അസൈൻ BR ഓഫ് ഐ ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് കൊടുക്കാം. മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവിടെ നോക്ക്, അതായത് അവിടെ നമ്മൾ ഈക്വൽ നോക്കുക ലെസ് ദാൻ കൊടുക്കാണ്ട് അതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നോക്കാം. ഇപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ആൾ ആദ്യം കോൾ ചെയ്യുക. ഇതിലെന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ BR ഓഫ് ഐ ലിമിറ്റ് 1 എന്ന് വെച്ചാൽ ഇവിടെ ഒരു 5 അല്ലേ, 5ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ എടുത്തിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യാനാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള കോഡ്. ഇതിൽ നമുക്കൊരു ചെറിയ മാറ്റം വരുത്താം. അതായത് 0 തൊട്ടിട്ട് ലിമിറ്റ് 2 വരെ പോകാൻ കൊടുക്കുക കോഡ്. എന്നിട്ട് ഈ ഒരു കോഡിൻ്റെ അകത്ത് ലിമിറ്റ് 1 പ്ലസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കോഡ് റൺ ചെയ്യാം. ഓക്കെ അല്ലേ? 5 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്. 6, 7, 8, 9, 10, 11. ഓക്കെ, ഈ ഒരു കോഡാണ് മർജിങ് ഓഫ് 2 അറേ ഇൻറ്റു 3rd അറേ യൂസ് ചെയ്തിട്ട്, അതായത് 3 അറേ യൂസ് ചെയ്തിട്ട് മർജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതായത് 2 അറേ ആഡ് ചെയ്ത് 3ാമത് ഒരു അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന പരിപാടി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി മർജിനുണ്ട്. അതായത് ഈ 3ാമത് ഒരു അറേ യൂസ് ചെയ്യാറ് ക്വസ്റ്റ്യനിൽ വരും. 3ാമത് ഒരു അറേ യൂസ് ചെയ്യാൻ പാടില്ല. ഈ 2 അറേ ഉണ്ട്, ഈ 2 അറേ വെച്ച് തന്നെ നമ്മൾ മർജ് ചെയ്യണം. അതായത് ഈ ARലേക്ക് ഈ BR എടുത്തിട്ട് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ BRലേക്ക് AR എടുത്ത് സ്റ്റോർ ചെയ്യുക. രണ്ടിലേതും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ARലേക്ക് BR എടുത്ത് വെക്കുന്ന പരിപാടി. അതിൻ്റെ കോഡ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. അതായത് ഇവിടെ ലിമിറ്റ് 1 വരെ പോയില്ല, ലിമിറ്റ് 2 വരെ പോയി. ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ഞാൻ അടുത്ത് നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, ലിമിറ്റ് 1 പ്ലസ് ലിമിറ്റ് 2 ഉപയോഗിക്കാണ്ട് ഇത് ലിമിറ്റ് വരെ കൊടുത്താൽ മതി. അതായത് ഇതിന് പകരം ലിമിറ്റ് 1 പ്ലസ് ലിമിറ്റ് 2 കൊടുത്താൽ ഈ സെയിം ആൻസർ തന്നെ നേരത്തെ കിട്ടും. ഞാൻ എൻ്റെ ഒരു യൂസ് ചെയ്യുന്നൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുക. ഇതെൻ്റെ ഇത് മാത്രം നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിൽ കൊടുക്കുക. അതായത് ലിമിറ്റ് 1 പ്ലസ് ലിമിറ്റ് 2 എന്ന് കൊടുത്താലോ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന 1, 2 അറേ യൂസ് ചെയ്തിട്ടല്ലേ. ഇപ്പോൾ ARലേക്കാണ് ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ AR ഓഫ് ലിമിറ്റ് 1, അതായത് ഈ ഒരു അറേയിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ പുറമെയാണ് ഈ ഒരു വാല്യൂകൾ അസൈൻ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഇത് കുഴപ്പമില്ല, വർക്കാവും. ഇവിടെ ലിമിറ്റ് 2 ലിമിറ്റ് 2 തന്നെ കൊടുക്കണം, സെക്കൻഡ് അറേൻ്റെ ലിമിറ്റ്. ഇനി നമുക്ക് ജസ്റ്റ് AR പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനാണ് മെർജ് 2 അറേ ഇൻറ്റു 2 അറേ. അത്രയുണ്ടോ? 3rd അറേ യൂസ് ചെയ്യാണ്ട് 2 അറേ മാത്രം യൂസ് ചെയ്തിട്ട് മെർജ് ചെയ്യുന്ന പരിപാടി. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് ഇപ്പുറത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കോഡിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അതും ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കോഡ് ചെയ്ത് വെച്ച് തരാം, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഈ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ളത് മെർജ് കഴിഞ്ഞ് സെർച്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു വാല്യൂ, ഇവിടെ പൊസിഷൻ അല്ല വാല്യൂ, യൂസർ കയ്യിൽ ഒരു വാല്യൂ ഞാൻ മേടിക്കും. 3 മാറ്റൊരു വാല്യൂ മേടിച്ച് ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ 3 ഇരിക്കുന്ന പൊസിഷൻ കണ്ട 3rd പൊസിഷൻ അല്ലേ, ആ പൊസിഷൻ പ്രിൻ്റ് ആക്കി കൊടുക്കുക. അതായത് പൊസിഷൻ ഈ 3 നോട്ട് പ്രിൻ്റ് ആക്കി കൊടുക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന വാല്യൂൻ്റെ പൊസിഷൻ ഏതാണോ അത് കൊടുക്കുക. ഈ പൊസിഷനിൽ ഒന്നുമില്ലെങ്കിൽ ഇൻവാലിഡ് പൊസിഷൻ നോട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക.
ഈ ഒരു കോഡാണ് അടുത്ത സെർച്ച് എന്നിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെർച്ച് ചെയ്തോ. ഇനി ലിമിറ്റ് വേണം, ലിമിറ്റ് ആവശ്യം. ഈ ഒരു ഫോളോ ആവശ്യമുണ്ടോ അറിയില്ല. ലിമിറ്റ് 1 ആവശ്യം വരുമായിരിക്കും. ഓക്കെ, ഫോർ ലൂപ്പ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്ത് ഡി സെർച്ച് ചെയ്യുന്ന പറഞ്ഞൊരു സ്കാനഫിലുള്ള സെർച്ച് കീയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ. ഓക്കെ, സെർച്ച് കീയിലേക്കാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. സെർച്ച് കീയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. സെർച്ച് കീ പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. i0 ഇട്ടിട്ട് ലിമിറ്റ് 1 വരെ. അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്നു കൊടുത്താൽ. ഓക്കെ, ജസ്റ്റ് സെർച്ച് കീ ഈക്വൽ ടു AR45 ബ്രാക്കറ്റ് കൊടുത്തേക്കാം. ഓക്കെ, ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന കേസിൽ ഇവിടെ ഈ ഫ്ലാഗ് അസൈൻ 1 എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തിട്ട് വരും. ഈ ഫ്ലാഗ് അസൈൻ 1 ആണെങ്കിൽ പ്രിന്റ്എഫിൻ്റെ അകത്ത് searched value processor is the percentage d കൊടുക്കുക പ്ലസ് ഐ കൊടുക്കുക. ഐ കൊടുത്താൽ ഇൻഡെക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡെക്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതായത് ഇൻഡെക്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഐ കൊടുത്താൽ. പക്ഷെ എനിക്ക് ഇവിടെ യൂസർ പൊസിഷനാണ് ഓക്കെ കാണിച്ചുകൊടുക്കുന്നത്. അപ്പോൾ ഐ പ്ലസ് ആണെന്ന് കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ വരാതെ കേസിൽ എൽസ് പ്രിന്റ്എഫിൻ്റെ അകത്ത് റൺ ചെയ്ത് നോക്കാം. സെർച്ച് കീയിൽ എന്താ എന്താ സെർച്ച് കീ ഡിക്ലെയർ ചെയ്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല. ഫ്ലാഗ് നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഇൻഡ് ഫ്ലാഗ് അസൈൻ 0 ഇതിൽ വലിയ അറിവും കൂടി ഉണ്ട്. അതായത് ഇവിടെ ഞാൻ പെട്ടെന്ന് കൊടുത്തില്ല. ഇത് ജാവയിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലസ് ഇട്ടിട്ട് കൊടുക്കുന്നത്.
അതിനോട് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അവിടെ എററും കൂടി ഉണ്ട്. കോമയിലുണ്ട് പേജ് അവയും ഇതുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് പോയി. ഓക്കെ, സെർച്ച് കീ വാല്യൂസ് 3. ഓക്കെ, തേർഡ് പൊസിഷനിലല്ലേ അതുള്ള. ഇനി നമുക്ക് ഒരു ഇൻവാലിഡ് സെർച്ച് കീ കൊടുക്കാം. 6. ഓക്കെ, ഇൻവാലിഡ് വാല്യൂ സെർച്ച് ചെയ്യും. ഇതിലെന്തെങ്കിലും ഇതുണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും. നനക്ക് വേണ്ട, നിനക്കൊണ്ടി എടുത്തോ. ഇനിയിപ്പോൾ സെർച്ച് കീ കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. ഈ ഒരു ലോജിക്ക് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ക്യാപിറ്റൽ സ്മോൾ ആയിപ്പോയി. ഇവിടെ ലിമിറ്റ് 1 കൊടുക്കാൻ കാരണം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇവിടെ ഞാനത് അസൈൻ ചെയ്ത് കൊടുത്ത ലിമിറ്റ് 1 എടുക്കാം. അത് ഇനി ആ മിസ്റ്റേക്ക് ഇല്ല ഒരാൾക്ക് ലിമിറ്റ് കൊടുത്തില്ല. ഇൻഡെക്സ് ആണ് ഒരു ചോദിക്കുന്നെങ്കിൽ ഇവിടെ ഇൻഡെക്സ് ആക്കി കൊടുക്കുക. ഐ തന്നെ അങ്ങ് പ്രിന്റ് ചെയ്ത് കൊടുക്കുക. സെർച്ച് കീ കൊടുത്തിരുന്നു. ഇനി സോർട്ടിങ്, വെരി ഇമ്പോർട്ടൻ്റ് സാധനം സോർട്ടിങ്. മാക്സിമം ഫിമിലിയേഷൻ മോക്കിലൊക്കെ ഇത് നല്ലോണം ചോദിക്കാറുണ്ട്. സോർട്ടിങ്, ഇനി സോർട്ടിങ് ഇൻക്രീസിങ് ഉണ്ട് ഡിക്രീസിങ് ഉണ്ട്. രണ്ടും സെയിം മെത്തേഡ് തന്നെ ചെയ്യുന്ന. അതിന് നമുക്ക് വേണ്ടത് ലാസ്റ്റ് ടോപ്പിക്. ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി സോർട്ടിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഇപ്പോൾ സോർട്ട് ചെയ്ത രീതിയിലടക്കം നമുക്ക് വേണമെങ്കിൽ നമ്മൾ സോർട്ട് ചെയ്യാതെ വാല്യൂസ് മേടിച്ചു കൊടുക്കാം. ഓക്കെ, എനിക്ക് തന്നെ അറിയില്ല ഇപ്പോൾ ഏത് സോർട്ടാണ്. എനിക്കിത് ഏത് ഓർഡർ ആണെങ്കിലും സോർട്ട് ചെയ്യാൻ ISN0 ഇട്ട് കൊടുക്കാം. I less than 0, I പ്ലസ് സോർട്ടിങ് നമുക്ക് കുറച്ച് വേരിയബിൾസ് ആവശ്യമുണ്ട്. സെർച്ച് കീ അല്ല ഇവിടെ ആവശ്യം. ഇവിടെ ആവശ്യമുള്ള വേരിയബിൾ ടംബ്. ഇത് ഞാൻ കൊടുക്കുന്നതാണ് പേര്, നമുക്ക് എന്തുകൊണ്ടിരിക്കും പേര് വിളിക്കാം. ഓക്കെ, ഇനി ഫോർ ജെ കൊടുക്കുന്നുണ്ട്. ജെ അസൈൻ. ഇവിടെ നമ്മൾ മേലെ ജെ ഡിക്ലെയർ ചെയ്യാതുകൊണ്ട് ജെ അസൈൻ I+1 കൊടുത്തിട്ട് സ്റ്റാർട്ട്. ജെ ലെസ് ദാൻ ലിമിറ്റ്, ഇത് എനിക്ക് ലിമിറ്റ് -1 കൊടുക്കാം. അങ്ങനെ തന്നെ കൊടുത്തേക്കാം. ഇനി ഒരു ഈഫ് കണ്ടീഷനകത്ത് AR(i) ലെസ് ദാൻ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡിക്രീസിങ് ഓർഡറിലാണ്. ഓക്കെ, അതായത് കുറഞ്ഞ് പോകുന്ന ഒരു സോർട്ട് ചെയ്യാൻ പോകണം. ഇനി ഇവിടെ എങ്ങനെയാണെങ്കിൽ ടംബിലേക്ക് അവർ AR(i) എടുത്തു വെക്കുക. എന്നിട്ട് AR(i)ലേക്ക് AR(j) എടുത്തു വെക്കുക. ജെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി AR(i)ലേക്ക് ഈ ലൈനല്ല, മേലെ തെറ്റുണ്ട്. AR(j)ലേക്ക് അല്ല, ഐയിലേക്ക് തന്നെ AR(i)ലേക്ക് J എടുത്ത് വെക്കുക. ഇനി ഇവിടെ ഇനിയിപ്പോൾ ഐയിൽ എടുത്ത് വെച്ച് ജെയിലേക്ക് ഇനി ടംബിലുള്ള വാല്യൂ എടുത്ത് വെക്കുക. ഓക്കെ, അതായത് AR(i) എടുത്തിട്ട് ടംബിലേക്ക് അസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് AR(i)ലേക്ക് AR(j) എടുത്ത് വെക്കുക. AR(j)ലേക്ക് ആ ടംബിൽ ആദ്യം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂ എടുത്ത് വെക്കും. ഈ ഒരു രീതിയിൽ ചെയ്താൽ നമ്മൾ സോർട്ടിങ് ആയിട്ടുണ്ട് നോക്കാം. ഈ
ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിരുന്ന എറർ ഇവിടെ ലിമിറ്റ് വരെ കൊടുത്താൽ മതി കേട്ടോ. ലിമിറ്റ് -1 കൊടുക്കണ്ട, ലിമിറ്റ് വരെ i+1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് തൊട്ട് ഇപ്പുറത്തോട്ട് ചെക്ക് ചെയ്യുന്ന ഇതിനേക്കാൾ ചെറിയ വലിയ വാല്യൂ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന വാല്യൂ ആണോ, അതായത് AR5 വലുതാണോ ഈ തൊട്ടുള്ള ഇപ്പുറത്തുള്ളതെന്ന് നോക്കും. അത് ശരിയാണെങ്കിൽ അതെടുത്തിട്ട് തൊട്ട് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുന്ന പരിപാടിയായിട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ട ഇത് ഡിക്രീസിങ് ഓർഡർ, ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഇൻക്രീസിങ് വേണ്ടിക്കും ഡിക്രീസിങ് വേണ്ടിക്കും ഇവിടെയാണ് ലെസ്താനാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡിക്രീസിങ് ഓർഡർ, അതായത് കുറഞ്ഞ് പോകുന്ന പരിപാടിയാണ്. ഈ രീതിയിലുള്ള കോഡാണ് നിങ്ങൾക്ക് അപ്പം കിട്ടുക. ഇനി ഇൻക്രീസിങ് ആകാൻ വേണ്ടിയിട്ട് ഗ്രേറ്റർ ദാൻ ഇട്ട് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഭാഗം ഈ ഒരു സൈഡിൽ കണ്ട ആ ഡക്ക് അല്ല, അതായത് തുറന്ന് നിൽക്കുന്ന ഭാഗം ഇപ്പുറത്ത് അല്ലെങ്കിൽ വായി ഇപ്പുറത്തേക്ക് തുറന്ന് വെക്കുന്ന ഭാഗത്തിലാണ് ഗ്രേറ്റർ ദാൻ. അതായത് ഈ മുമ്പിൽ കാണുന്ന വാല്യൂ ഈ വാല്യൂ വലുത്, ഈ വാല്യൂ ചെറുതായിരിക്കും. ഏത് വിധത്തിൽ ഗ്രേറ്റർ ദാനാണ് ഇവിടെ വെക്കുന്നതിൽ നമുക്ക് കിട്ടുന്നത് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും. കണ്ട കൂടി 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 പോകുന്ന വിധം ഇതിനാണ് ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുക. സോർട്ടിങ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. ഇത് ഈ ഒരു സ്റ്റെപ്പ് ഓർത്ത് വെച്ചാൽ മതി, അതാണ് സോർട്ടിങ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. ഏകദേശം വീഡിയോ 1 മണിക്കൂറിനടുത്ത് എത്തിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചെയ്യുമോ. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നത് ജാവേൻ്റെയാണ്. ജാവ എനിക്ക് മനപ്പാടാക്കിയിട്ടൊന്നും അറിയില്ല, അത്യാവശ്യം ഞാൻ കോഡ് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോഡ് എങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകണം. അല്ലാണ്ട് മനപ്പാടാക്കുന്ന പരിപാടി എന്തായാലും. ഓക്കെ, ആണ് സോർട്ട് ചെയ്ത്. ഇനി ടോപ്പിക്ക് എല്ലാം തീർന്നില്ല, ഇത്രക്കും ടോപ്പിക്കാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ട ഒരു ഭാഗം. ഇനി അടുത്ത വീഡിയോയിൽ വരാം.